ഇത് കണ്ടോ, ഈ ബൈബിള്, ഇത് ബൈബിളാണ്. സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിളാണ്. ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ, എൻ്റെ വീട് നോർത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ വ്യത്യാസമുള്ളൂ. കച്ചേരിപ്പടിയിലാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്. അന്ന് അവിടെയല്ല താമസിക്കണം. വീട് വിട്ടിട്ട് കുറച്ചങ്ങനെ നീങ്ങിയിട്ടാണ് താമസിക്കുന്നത്. വടുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ വാടകയ്ക്ക് താമസിക്കണം. അവിടെയാണ് വെച്ചാണ് ശവടക്കം മരണമൊക്കെ കഴിഞ്ഞത് അവിടെ നിന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ, എൻ്റെ 2 പിള്ളേരെയും കൊണ്ട് പോരുമ്പോൾ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അമ്മച്ചി എനിക്കൊരു സാധനം തന്നിട്ട്, വിലപ്പെട്ട ഒരു സാധനം എനിക്ക് തന്നായിരുന്നു. സമ്പൂർണ്ണ ബൈബിൾ. സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം പഴയ നിയമം കൂടി ചേർന്നതാണ് സമ്പൂർണ്ണ ബൈബിൾ. ഇപ്പം എല്ലാവരും പുതിയ നിയമം ആണ് വായിക്കുന്നത്. അത് ഞാനിവിടെ ഈ അടുത്ത കാലം വരെ സൂക്ഷിച്ചിരുന്നു. 30 വർഷം കഴിഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്. അപ്പോൾ എൻ്റെ മോള് അത് കണ്ടപ്പോൾ, ഇത് ഡാഡിയുടെ ബൈബിളല്ലേ, ഇത് ഞാൻ കൊണ്ടുപോകണേന് മമ്മി എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയിപ്പോയെന്ന് പറഞ്ഞു. അവളുടെ കയ്യിലിരുന്നാലും എൻ്റെ കയ്യിലിരുന്നാലും ഒരുപോലെയല്ലേ. ഞാൻ അവൾക്കത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എനിക്ക് ഈ ബൈബിളാണ്. അപ്പം ഞാൻ എപ്പോഴും വായിക്കുന്നത് സങ്കീർത്തനം ആണ് വായിക്കുന്നത്. എല്ലാ ദിവസവും വായിക്കുന്ന സങ്കീർത്തനമാണ്. എൻ്റെ വിശ്വാസവും എന്നെ മുന്നോട്ട് നയിക്കുന്നതും സങ്കീർത്തനമാണ്. സങ്കീർത്തനം 91 വായിക്കുന്നത്. അതുകൂടാതെ ഞാൻ സങ്കീർത്തനത്തിലെ ഓരോ വചനങ്ങളും ഞാൻ വായിക്കാറുണ്ട്. അതിൽ നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. ആരുമില്ലാത്തവർക്കും തുണയാണ്. നമുക്കൊരു മനസ്സിനൊരു ധൈര്യം, തൻ്റെ ഇടം, നമുക്ക് എന്തും അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ ധൈര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ഈ ദൈവത്തിൽ നിന്നാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ബൈബിളിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അന്ന് എൻ്റെ കുഞ്ഞു മക്കൾ 2 പേരെയും ചേർത്ത് പിടിച്ച് ഞാൻ പോരുമ്പം എനിക്ക് ഒന്നും മുന്നിൽ ഇല്ല. എനിക്ക് വീടില്ല, കിടക്കാനൊരിടയില്ല. എൻ്റെ മക്കൾ വളർന്നിട്ടില്ല. കുഞ്ഞു മക്കൾ, അവരുടെ പഠിപ്പൊന്നും ആയിട്ടില്ല. ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്നെ മുന്നോട്ട് നയിച്ചതും എൻ്റെ കരം പിടിച്ചു ഉയർത്തിയതും എന്നെ ഇവിടം വരെ എത്തിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആരോഗ്യത്തോടെ സമാധാനത്തോടെ. നമുക്ക് ഏറ്റവും ആവശ്യം, ഒരു മനുഷ്യന് ആവശ്യം കിടക്കാനൊരിടവും മനസ്സിന് സന്തോഷവും ആരോഗ്യവും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് വേണ്ട. പിന്നെ തന്നെ അതെല്ലാം ബോണസാണ് അല്ലേ. നമുക്ക് വലിയ കാറോ ബംഗ്ലാവോ വലിയ ആഭരണങ്ങളോ പട്ടുസാരിയോ ഇതെല്ലാം നമുക്ക് പിന്നെ ബോണസായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് കിടക്കാനൊരിടം. ഞാൻ 22 വർഷം വാടകയ്ക്ക് താമസിച്ച ആളാണ് എൻ്റെ മക്കളെയും കൊണ്ട്. അതിനുശേഷം ഞാൻ ഈ വീട് വാങ്ങിക്കുന്നത് ഞാനിവിടെ താമസിച്ചിരുന്ന എൻ്റെ വീടിൻ്റെ ഓണറിന് ഒരു മുസ്ലിം സഹോദരൻ എനിക്ക് കനിഞ്ഞ് നൽകിയതാണ്. നമ്മൾ പൈസ കൊടുത്താണെങ്കിലും അവർ നമ്മളെ ഇറക്കി വിടാതെ നമുക്ക് ഇത് എൻ്റെ മകനും എൻ്റെ പേരിൽ ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ് ഈ വീട്. അപ്പം അതൊക്കെ നമ്മുടെ ദൈവാനുഗ്രഹമല്ലേ. നമ്മൾ ദൈവത്തിനെ മുറുകി പിടിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹം വാരിക്കോരി ദൈവം തരുവാണ്. അപ്പം ഞാൻ ഇതാണ് പറഞ്ഞു വരുന്നത്, ദൈവത്തിനെ മുറുക്കി പിടിക്കുക. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിനെ മാത്രമാണ്. പിന്നെ ഞായറാഴ്ചകളിൽ കൂടുതൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. ഞാൻ അങ്ങനെയാണ്, എനിക്കൊരു തോന്നലാണ്. ദൈവമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കും. ഞാൻ പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷനുണ്ട്. ഞാൻ സംസാരിക്കും പുള്ളിയോട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയും. എനിക്ക് അത് തരണേ ഇത് തരണേ മറ്റേ കുറേ കാശ് തരണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്നെ ചുറ്റിപ്പറ്റി കുറേ പേര് നിൽക്കുന്നുണ്ട്. അവരുടെ സമാധാനം, അവരുടെ സന്തോഷം, അവരുടെ ആരോഗ്യം, ഈ ലോകം മൊത്തം സന്തോഷം, ഈ ലോകത്ത് സമാധാനം, ഇതൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെനിക്ക് ദൈവം തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഏത് ഇതിലാണെങ്കിലും മതം ഏതായാലും ദൈവം എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ദൈവത്തിനെ മുറുക്കി പിടിച്ചാൽ നമുക്ക് ഒരു ആപത്തിലും നമ്മൾ ചെന്ന് പെടില്ല, ഓരോ പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് വീഴില്ല. ദൈവം ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കും. അതിൽ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഞാൻ.
ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ വന്നത്. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. നല്ലൊരു ജോലി അന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 95 ഇടപ്പള്ളിയിൽ ജോലി കയറിയ 95 വർഷം 25 വർഷം ഞാൻ ജോലി ചെയ്തു. അന്ന് എനിക്ക് 4 ശമ്പളമുണ്ട്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ നേരായ വഴിക്ക് നയിക്കണം എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മളെ നേരായ വഴിക്ക് നയിക്കുള്ളൂ. നമ്മൾ ഒരിക്കലും മോശമായ വഴിയിലേക്ക് പോകില്ല. മോശമായ വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലും ഓർക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ മുഴുവനും കാണണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.